ചേട്ടൻ്റെ പേര് ഗിർസുബി. ഇപ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്? ഇതിപ്പോൾ ഇവിടെ മനുഷ്യർക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല, ജീവിക്കാനും പറ്റില്ല. അത് പരമസത്യമാണ്. ഇപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ 9:30 മണിക്ക് അദ്ദേഹത്തിന് ഒരു 10 നല്ല കർഷകനാണ്, കർഷക അവാർഡ് കിട്ടിയ ഒരു കർഷകൻ. ഈ ഭാഗത്ത് 10,000-3000 വാഴ നട്ടിട്ടുണ്ട്, ഒരു കപ്പ നട്ടിട്ടുണ്ട്. അപ്പോൾ രാത്രി സമയത്ത് മൃഗങ്ങളൊക്കെ വരുമ്പോൾ ഓടിക്കാൻ പോകാറുണ്ട് സ്വാഭാവികമായിട്ടും. മാരൊക്കെ ഓടിച്ച് രാത്രി സമയങ്ങളിലൊക്കെ ഇടയ്ക്കൊക്കെ വൈകിട്ടിറങ്ങി വന്നതാണ്. ഇന്നത്തെ സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ ആന ഇറങ്ങി വന്നിട്ട് ഈ വീട്ടു ഉടമസ്ഥൻ പറഞ്ഞു ആന ഇറങ്ങി തോന്നുന്നു, വാഴയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കാനുണ്ടോ. അപ്പോൾ ഇന്നലെ അവരുടെ കൂടെയുള്ള ആളുകളും കാര്യം നല്ല ഉത്സവം, മരുമക ഉത്സവമായിരുന്നു താമരശ്ശേരി. അപ്പോൾ അങ്ങനെ പിന്നെ ഒറ്റയ്ക്ക് വരാനുണ്ടായുള്ളൂ. അപ്പം നമ്മൾ ടോർച്ചും കയ്യിലെടുത്ത് പിന്നെ ഫോണും എടുത്തുകൊണ്ട് പോകുന്നു. ഒന്ന് ഈ ഭാഗത്തോട് നടന്നു വരുമ്പോൾ ആന ഇവിടെ ഉണ്ടായിരുന്നു. ആന ഓടി കുറച്ച് ഭാഗം ഓടിയിട്ട് ഉണ്ടാവണം. ഇതിലൊരു ഭാഗം നോക്കുമ്പോൾ നമ്മൾ കണ്ടില്ല, മിക്കവാറും ഓടിച്ചിട്ടുണ്ടാവും. ഓടിച്ചിട്ട് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ചവിട്ടി അരച്ച് ഏർപ്പെടുത്തുകയാണ് ഉണ്ടായത്. നല്ലൊരു കർഷകനായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ TT1 എന്ന് പറയുന്ന ഇവിടുത്തെ സാധാരണ അറിയപ്പെടുന്ന മുട്ടിക്കൊമ്പെന്നാണ് ഇവിടെയൊക്കെ അറിയപ്പെടുന്നത്. ആന തന്നെയാണ്. കാരണം ആനയാണ് ഈ ഒരു ഓടിച്ച് പുറത്തേക്കൊന്ന് ഓടിച്ചിരുന്നു സമയമാണുള്ളത്. ഈ ആനയാണ് മെനക്കെട്ട് ഈ പ്രദേശം മുഴുവൻ കയറി ഇറങ്ങുന്ന ഈ ഒരു ആനയാണ്. ഫെൻസിങ് തറക്കുക, തെങ്ങ് മറയ്ക്കുക, ഇങ്ങനെ ഈ ചെയ്യുന്ന ഈ ആനയാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ ഇതിനോട് ഫോറസ്റ്റിൻ്റെ ആളുകളോട് പറയാം, ഈ ആനയെ നിങ്ങൾ മാറ്റിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ദുരന്തം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന് ആനുപാതികമായിട്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ മാസം 7/2 ഒരു പ്രത്യേക ഗ്രാമസഭ കൂടിയിരുന്നു. എല്ലാ ദിവസങ്ങളും ആന ഇറങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രം നമ്മൾ നാട്ടിൽ കേൾക്കാം. രാവിലത്തെ പാൽ കൊണ്ടുപോകുമ്പോൾ പറയുന്ന പാലല്ലെങ്കിൽ ചായക്കടയിൽ പോയി ചാടിക്കും, എല്ലാവർക്കും പറയാം ആന ഇറങ്ങി, അത് നശിപ്പിച്ചു, ഇത് നശിപ്പിച്ചു, എൻ്റെ 10 തെങ്ങ് കളഞ്ഞു, എൻ്റെ കവുങ്ങ് കളഞ്ഞു. ഈ ഒരു വർത്തമാനമാണ് ഈ വടക്കാട് ഈ കഴിഞ്ഞ മാസങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു, ഒരു ജീവൻ പോയിരിക്കുന്നു. ഇത്ര നാൾ കർഷകരെല്ലാ സാധനങ്ങളും നശിപ്പിച്ചു. ഇന്നലെ ഇപ്പോൾ സഹോദരൻ്റെ 37 വയസ്സുള്ള ഒരു സഹോദരൻ ആന കൊലപ്പെടുത്തി. അപ്പോൾ നമ്മളിപ്പോഴും തുറന്നു പറയുന്ന കാര്യം, ഓടി ഇവിടെ മറവ് ചെയ്യണമെങ്കിൽ ഈ TT1 എന്ന് പറഞ്ഞ ആന, അതായത് മുട്ടിക്കൊമ്പ്, ഈ ആനയെ ഇവിടുന്ന് തുരത്താതെ മയക്കുപിടി വെച്ച് ഇവിടുന്ന് കൊണ്ടുപോകാതെ ഇവിടെ ഇവിടെ എല്ലാ ആളുകളും ഈ ഒരു തീരുമാനത്തിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ ആന വലിയ പ്രശ്നമാണ്. കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ചെയ്യാൻ വന്നപ്പോൾ ദൂര സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ നശിപ്പിക്കുന്നത്, ഇത് നിരന്തരം ഇതിൻ്റെ ശല്യമാണ്. പുതിയ ഫെൻസിങ് തന്നെ കണ്ടവാനം വെറുതെ അത് ഒരു തലയ്ക്കുന്ന് പൊട്ടിക്കും, അത് കൂട്ടിക്കെട്ടും, പിറ്റേ അപ്പുറത്തെ തലയ്ക്ക് ഇറങ്ങും, അത് കൂട്ടിക്കെട്ടും. ഈ ഫെൻസിങ് കൊണ്ട് ഈ വടക്കനാട് ജനയ്ക്ക് ഒട്ടും ഗുണമില്ലാത്തൊരു കാര്യമായി ചെയ്തു വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ആവശ്യപ്പെട്ടത് വേറെയായിരുന്നു, കിട്ടിയത് ഇങ്ങനെയാണ്. ഇതിൻ്റെ യഥാർത്ഥ ശരിക്ക് കൊലയാളി ആക്കിയത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ്.